ഗൈസ്, അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ബ്ലെൻഡറിൽ ഇതേപോലത്തെ ഒരു പ്രോഡക്റ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് മോഡൽ ചെയ്ത് ടെക്സ്ചർ ചെയ്തെടുക്കാൻ നോക്കാം. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഈ മോഡൽ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ മോഡൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ബ്ലെൻഡറിൻ്റെ ട്യൂട്ടോറിയൽസും ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം റെഫറൻസ് ഇമേജ് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ടിൽറ്റ് പ്രസ് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് എ, അതിൽ ഇമേജിൽ റെഫറൻസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് സെലക്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇമേജ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഡേറ്റയിൽ വരുന്നു, അവിടെ ഒപ്പാസിറ്റി എനേബിൾ ചെയ്യുന്നു, ഒരു 0.3 കൊടുത്തു. നമ്മുടെ ഇമേജിൻ്റെ കുറച്ച് ഒപ്പാസിറ്റി കുറച്ച്. ഇപ്പോൾ നമുക്ക് ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ പാസ് ത്രൂ കിട്ടും. ഇനി ഞാൻ ജസ്റ്റ് GY പ്രസ് ചെയ്ത് Y ആക്സിൽ കുറച്ച് മൂവ് ചെയ്ത് ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചു. ടിൽറ്റ് പ്രസ് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊരു ക്യൂബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഷിഫ്റ്റ് A പ്രസ് ചെയ്യുന്നു, അതിൽ മെഷിൽ ക്യൂബ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഷോർട്ട് കീ കാണാനായിട്ട് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഷോർട്ട് കീ ഏതാ യൂസ് ചെയ്യുന്നത് മേളിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും, അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്കെയിൽ ചെയ്യണം. അതിന് ഞാൻ ടാബ് പ്രസ് ചെയ്യുന്നു, എഡിറ്റ് മോഡ് എടുക്കുന്നു, Z വയർ ഫ്രെയിം മോഡ്. അപ്പോൾ നമുക്ക് Z നീക്കി കഴിഞ്ഞാൽ വയർ ഫ്രെയിം, മെറ്റീരിയൽ പ്രിവ്യൂ, സോളിഡ് മോഡ് ഇതൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. ഞാൻ Z പ്രസ് ചെയ്യുന്നു, വയർ ഫ്രെയിം എടുക്കുന്നു, ജസ്റ്റ് സ്കെയിൽ ചെയ്ത് ഇത് മാച്ച് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്ന ഇമേജ് കറക്റ്റ് എക്സാക്റ്റ് ഫ്രണ്ട് വ്യൂ അല്ല, കുറച്ചൊരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ സ്കെയിൽ ചെയ്ത് മാച്ച് ചെയ്ത് വെച്ചു. ഈ താഴത്തെ വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, GY താഴേക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിപ്പോൾ താഴേക്ക് ഒരു ഡെപ്ത് ഉണ്ട്. ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് പ്ലെയിൻ്റെ ഏരിയയിൽ ഒരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഞെക്കുന്നു, എക്സ്ട്രൂഡ് താഴേക്ക് മൂവ് ചെയ്ത് ഇത് മാച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് കട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ടോപ്പിൽ ഇവിടെയാണ് ഈ ഒരു എൻഡ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, GY ഞെക്കുന്നു, താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പം ഇത് പൊക്കത്തേക്ക് കുറച്ച് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ പൊക്കത്തെ ഒരു ഏരിയ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് ചെറുതാക്കി. ഓക്കെ, ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ കണ്ടോ, ഇതിൻ്റെ തിക്നെസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഈ പെർഫ്യൂമിന് എന്താണെങ്കിലും ഇത്ര ഒരു തിക്നെസ് കാണത്തില്ല. അപ്പോൾ നമുക്ക് തിക്നെസ് കുറയ്ക്കാനായിട്ട് ജസ്റ്റ് ഞാൻ Z ഞെക്കുന്നു, വയർ ഫ്രെയിം എടുക്കുന്നു, ഡ്രാഗ് ചെയ്ത് ഫുള്ള് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് SY ഞെക്കുന്നു, സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. Y ആക്സിലാണ് ഞാൻ സ്കെയിൽ ചെയ്തത്. ഓക്കെ, ഈ ഒരു തിക്നെസ് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഇത് കണ്ടോ, പുറത്തേക്ക് കുറച്ച് തിക്നെസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് Ctrl R പ്രസ് ചെയ്യുന്നു, 2 ലൂപ്പ് കട്ട് ആഡ് ചെയ്തു. കണ്ടോ, മൗസിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഈ കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 2 ആഡ് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. കണ്ടോ, അപ്പോൾ അതവിടെ ഫിക്സ്ഡ് ആയി. ഇനിയിപ്പോൾ ജസ്റ്റ് ഈ ഒരു ടോപ്പ് വ്യൂവിൽ നിന്ന് ഈ 2 ആഡ് ചെയ്ത് എഡ്ജ് ലൂപ്പ് സെലക്ട് ചെയ്യുന്നു, SX അതായത് X ആക്സിൽ സ്കെയിൽ ചെയ്ത് വെച്ചു. കണ്ടോ, ആ ഒരു തിക്നെസ് കൊടുക്കാൻ SX കണ്ടോ, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഇപ്പോൾ ആ ഒരു ഡെപ്ത്ത്, സൈഡിലേക്കുള്ളൊരു ഡെപ്ത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ മുകളിലേക്കുള്ളത് എക്സ്ട്രൂഡ് ചെയ്യാം. അതിന് ഞാൻ ജസ്റ്റ് ടോപ്പിലെ ഈ ഒരു ഏരിയ മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. കേട്ടോ, ഇപ്പോൾ ഇത്ര സെലക്ട് ആയിട്ടുണ്ട്. ഇനി പ്രസ് ചെയ്യുന്നു, നേരത്തെ ഇതുപോലെ തന്നെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഇവിടെ വരെ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നമുക്കിത് X ആക്സിൽ സ്കെയിൽ ചെയ്യണം. അതിന് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വരുന്നു, SX സ്കെയിൽ ചെയ്യുന്നു. മൗസിൽ എന്നിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. കണ്ടോ, ഇങ്ങനെ സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇത് കറക്റ്റ് ഈ ഒരു സ്പേസ്, അതായത് ഈ ഒരു ഫ്ലോയിൽ തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് വൈയിലും കുറച്ച് സ്കെയിൽ ചെയ്യണം. SY കണ്ടോ, വൈയിൽ കുറച്ച് സ്കെയിൽ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ടോപ്പ് ഏരിയ കുറച്ച് ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ കുറച്ച് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയ സർക്കിളായിരിക്കും. കാരണം അവിടെയാണ് നമ്മൾ ഈ ഒരു കർവ്, ഈ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വരുന്നൊരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 2 ലൂപ്പ് ആഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ 2 ലൂപ്പ് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടോ, കുറച്ച് കർവ്ഡ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ഇപ്പോൾ ഫ്ലാറ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ലൂപ്പ് ആഡ് ചെയ്തു, SX കുറച്ചൊരു കർവി ഫീൽ കൊടുത്തു. കണ്ടോ, ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു ഫേസ് മൊത്തം ഡ്രാഗ് സെലക്ട് ചെയ്യുന്നു, ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. പ്രസ് ചെയ്യുക, മൗസിൽ ഡ്രാഗ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, ഫേസ് സെലക്ട് ചെയ്യുന്നു, അത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് Alt Shift ഹോൾഡ് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എഡ്ജ് ഫുള്ളും സെലക്ട് ആവും. കണ്ടോ, അതായത് Alt Shift ഹോൾഡ് ചെയ്തിട്ട് ഈ എഡ്ജിൽ ക്ലിക്ക് ചെയ്താൽ അത് ഫുള്ള് സെലക്ട് ആവും. എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക്, ലൂപ്പ് ടൂൾസ്, അതിൽ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് എനേബിൾഡ് അല്ലെങ്കിൽ എനേബിൾ ചെയ്യാനായിട്ട് ജസ്റ്റ് എഡിറ്റിൽ പോവുക, പ്രിഫറൻസിൽ വരിക, അവിടെ ആഡ് ഓൺസിൽ ലൂപ്പെന്ന് ടൈപ്പ് ചെയ്യുക. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ടൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ജസ്റ്റ് ഈ ഒരു സെൻറ്ററിൽ ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് Alt Shift ഹോൾഡ് ചെയ്ത് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ലൂപ്പ് ടൂൾസ്,
സർക്കിൾ സെലക്ട് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഈ സർക്കിൾ ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ മേളിലേക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു 2 തവണ. ഓക്കെ, എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു ടോപ്പ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ താഴത്തെ ഈ ഒരു ഡെപ്ത്ത് ആഡ് ചെയ്യാം. അതിന് ജസ്റ്റ് ഫേസ് മോഡിൽ വരുന്നു, ഓൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുന്നു, ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു ഫേസ് മൊത്തം സെലക്റ്റായി. ഇനി ഞാൻ ഇത് പുറത്തേക്ക് ഇപ്പോൾ നമ്മളിത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് പുറത്തേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾട്ട് പ്രസ് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ഫേസസ് അലോങ് നോർമൽസ് സെലക്ട് ചെയ്യുന്നു. കണ്ടോ, പുറത്തേക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ ഈ ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ സ്കെയിൽ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ലോ ആക്കണമെങ്കിൽ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സ്ലോ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ലെവലിൽ പുറത്തേക്ക് കുറച്ച് കൂടുതലാണ്, കുറച്ച് കറക്റ്റ് മാച്ച് ചെയ്ത്. ഓക്കെ, ഈ ഒരു ഡെപ്തേ ഉള്ളൂ, കറക്റ്റ് മാച്ച് ചെയ്ത് വെച്ചു. അതേപോലെ ഈ ഒരു എഡ്ജ് ഞാൻ സെലക്ട് ചെയ്യുന്നു, പ്രസ് ചെയ്ത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ കുറച്ച് ഡെപ്ത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ സ്മൂത്ത് ആഡ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു സ്മൂത്ത് അല്ല, കുറച്ച് നല്ല ജിയോമെട്രി ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ മോഡിഫയറിൽ വരുന്നു, ആഡ് മോഡിഫയർ സെലക്ട് ചെയ്യുന്നു, അതിൽ ജനറേറ്റിൽ പോകുന്നു, സബ് ഡിവിഷൻ സർഫസ് കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു സ്മൂത്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൊത്തം പോയി. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ലൂപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇതൊരു കർവ് പോലായി പോകുന്നത്. അപ്പോൾ ഇവിടെ സപ്പോർട്ടിംഗ് ലൂപ്പ് ആഡ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ ഷാർപ്പായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ സപ്പോർട്ടിംഗ് ലൂപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ Ctrl+R സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒരു ലൂപ്പ് ആഡ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ താഴെ ആഡ് ചെയ്തു. ഇതേപോലെ തന്നെ ഇവിടെ Ctrl+R ക്ലിക്ക് ചെയ്യുക, ഒരു ലൂപ്പ് ആഡ് ചെയ്യുക. കേട്ടോ, ഇപ്പോൾ ഈ ഒരു ഏരിയ ഷാർപ്പായി. അതേപോലെ തന്നെ ഈ മേളിലും Ctrl+R ലൂപ്പ് ആഡ് ചെയ്യുന്നു, ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇനി നമുക്ക് താഴത്തെ ഈ ഒരു ഷേപ്പ് ഫിക്സ് ചെയ്യണം, കാരണം ഇവിടെ കണ്ടോ കർവ്ഡ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് Ctrl+R ലൂപ്പ് ആഡ് ചെയ്തു. അതേപോലെ ഇവിടെ Ctrl+R ഒരു ലൂപ്പ് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ലൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിസ്റ്റൻസും മേളിലൊരു ഡിസ്റ്റൻസും വരും. അപ്പോൾ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ മേളിലും താഴെ ലൂപ്പ് ആഡ് ചെയ്യാനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് Ctrl+R പ്രസ് ചെയ്യുക, നടുക്കൊരു ലൂപ്പ് ആഡ് ചെയ്യുക, അതവിടെ ഫിക്സ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് Ctrl+B പ്രസ് ചെയ്യുക, ബെവൽ കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമുക്ക് മേളിലും താഴെ ഒരേ ഡിസ്റ്റൻസിൽ ലൂപ്പ് കിട്ടും. കേട്ടോ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇത് കുറച്ചും കൂടെ, ഇവിടെ കുറച്ച് കണ്ടമാനം ഷാർപ്പായി പോയി, നമുക്ക് കുറച്ച് സ്മൂത്ത് ചെയ്ത് വെക്കാം. കുറച്ച് ലൂപ്പ് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. അതായത് നിങ്ങളിപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഇങ്ങനെ മൂവ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പിൽ കൂടെ തന്നെ ഇത് മൂവ് ചെയ്യണമെങ്കിൽ 2 തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ലൂപ്പിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ഞാനിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ജസ്റ്റ് ഈ വ്യൂ പോർട്ട് ലെവൽസ് 2 കൊടുത്തു. കാരണം നമ്മൾ ഇത് ഹൈ പോളി ആയാലും കുഴപ്പമില്ല, നമ്മൾ പ്രോഡക്റ്റ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രോഡക്റ്റ് മോഡൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ ഗെയിംസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സബ് ഡിവിഷൻ ഒഴിവാക്കി മാക്സിമം ലോ പോളിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ വ്യൂ പോർട്ട് 2 കൊടുത്തു. മേളത്തെ ഒരു ലൂപ്പ് സെലക്ട് ചെയ്യുന്നു, SY ആക്സിൽ കുറച്ചിങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയ കുറച്ച് സ്മൂത്തായി. കണ്ടോ, ഇപ്പോൾ ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെച്ചു. കണ്ടോ, ഇങ്ങനെ സ്മൂത്ത് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബേസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമിൻ്റെ ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ടോപ്പിലെ ഈ ഒരു ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഈ റെഫറൻസ് ഇമേജ് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, കാരണം ഇത് കറക്റ്റ് സെൻറ്ററിലല്ല. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചു. അടുത്ത് നമുക്ക് ഈ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ അതിന് നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഏരിയ ഉണ്ട്, ഒരു ഗോൾഡ് ഏരിയ ഉണ്ട്. ഞാൻ ആദ്യം ഒരു സിലിണ്ടർ വെച്ചാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ജസ്റ്റ് ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യുന്നു, ഈ ഒരു ടോപ്പിലെ എഡ്ജ് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നു, കർസർ ടു സെലക്റ്റഡ് കൊടുക്കുന്നു. കാരണം ഈ 3D കർസർ എന്തിനാണ് ഇവിടെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് അവിടെ ഉള്ളു വരത്തുള്ളൂ. കാരണം ഇപ്പോൾ 3D കർസർ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 3D കർസർ ഇവിടെ വെക്കുന്നു, ഷിഫ്റ്റ് മെഷിൽ ഒരു സിലിണ്ടർ സെലക്ട് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന കൗണ്ട് 32 ആണ്. ഓക്കെ, 32 കൊടുക്കുന്നു, ജസ്റ്റ് എഡിറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു തിക്നെസ് ഞാൻ ബാലൻസ് ചെയ്ത് വെച്ചു. പ്രസ് ചെയ്യുന്നു, ഈ ഒരു വെർട്ടെക്സ് ഇങ്ങനെ മൂവ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുവച്ചു. കണ്ടോ, ഇങ്ങനെ കൊണ്ടുവച്ചു. ഓക്കെ, അതേപോലെ ഇതിങ്ങനെ സെലക്ട് ചെയ്യുന്നു, Z ആക്സിൽ താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ, ഇനി അകത്തേക്ക് കുറച്ച് എക്സ്ട്രൂഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. കണ്ടോ, ഇങ്ങനെ വെച്ചു. ഇപ്പോൾ ഒരു ഡെപ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ബ്ലാക്ക് ക്യാപ്പ് ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ്
പി പ്രസ് ചെയ്യുന്നു, സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ഈ ഒരു സാധനം ഏതാണോ സെലക്ട് ആയിരുന്നത് അത് മാത്രം സെപ്പറേറ്റ് ആയി. ഓക്കെ, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ സെപ്പറേറ്റ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ വെക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു നേരത്തെ ക്രിയേറ്റ് ചെയ്ത മോഡലിനെ കഴിഞ്ഞ് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. കണ്ടോ? എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ മേളിലേക്ക് എക്സ്ട്രൂഡ് കൊടുത്തു. കണ്ടോ? ആ ഒരു ബ്ലാക്ക് ഏരിയ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ ഈ ടോപ്പിലെ ഫേസ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുവാണ്. അതേപോലെ ഈ അകത്ത് ഈ ഒരു ഫേസിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഈ പൊക്കത്തെ ഈ ഒരു ക്യാപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് ഈ ഒരു സെലക്ട് ചെയ്യുന്നു, ഈ സെഡ് മേളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ആ ഒരു ക്യാപ്പിൻ്റെ തിക്നെസ്സിൽ ഞാൻ അഡ്ജസ്റ്റ് വെച്ചു. ഇതിപ്പോൾ ഒരു ഇതുണ്ടോ? ഈ ഒരു ഫ്രണ്ടിലത്തെ തിക്നെസ് നോക്കിയാൽ മതി. കണ്ടോ? ഇതിപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. ഓൾട്ട് ഷിഫ്റ്റ് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്യുന്നു, ഫുള്ള് സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഇ എക്സ്ട്രൂഡ് ഫേസ് അലോ നോർമൽസ്. കണ്ടോ? ആ ഒരു ക്യാപ്പിൻ്റെ തിക്നെസ് എത്രയാണോ അത്ര എക്സ്ട്രൂഡ് ചെയ്യുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ ഇനി നമുക്കിതിനെ സ്മൂത്ത് ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, എഫ് പ്രസ് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിതിന് സ്മൂത്ത് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. അതേപോലെ ഇതും റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കുന്നു. കണ്ടോ? പക്ഷേ ഇതിപ്പം ഈ ഷെയ്ഡിങ് ഇഷ്യൂ ഉണ്ടോ? നേരത്തെ അതേ ഇഷ്യൂ, അതായത് സപ്പോർട്ടിംഗ് ലൂപ്പ് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂ വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് സപ്പോർട്ടിംഗ് ലൂപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എഡ്ജ് ഫുള്ളും ഇങ്ങനെ, അതായത് ഫേസ് മോഡ് എടുക്കുന്നു, ഓൾട്ട് ഷിഫ്റ്റ് ഈ ഒരു ഫേസ് ഫുൾ സെലക്ട് ചെയ്യുന്നു, ഐ ഞെക്കുന്നു, ഇൻസേർട്ട് ചെയ്യുന്നു. കണ്ടോ? ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തു. കണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്തു. അതേപോലെ തന്നെ താഴെ ഈ ഒരു ഫേസ് കണ്ടോ? ഇത് സെലക്ട് ചെയ്യുന്നു, ഐ ജസ്റ്റ് ഒന്നും കൂടെ ഐ പ്രസ് ചെയ്യുന്നു. അതായത് ഈ ഒരു നമ്മുടെ പെർഫ്യൂമിൻ്റെ ആ ഒരു ക്യാപ്പിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ചെയ്യുന്നു, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ? അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് അകത്ത് വരുന്ന ഏരിയ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. അതേപോലെ ഇവിടെയും ജസ്റ്റ് ഫേസ് സെലക്ട് ചെയ്യുന്നു, ഐ ഇൻസേർട്ട്. അതേപോലെ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ലൂപ്പ് ഇങ്ങനെ ആഡ് ചെയ്തു. കണ്ടോ? ഇപ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡിങ് ഇഷ്യൂ നമ്മൾ ഫിക്സ് ചെയ്തു. ഇതേപോലെ തന്നെ സെയിം നമുക്ക് ടോപ്പിലെയും ഷെയ്ഡിങ് ഇഷ്യൂ ഫിക്സ് ചെയ്യാം. ജസ്റ്റ് ഫേസ് മൊത്തം സെലക്ട് ചെയ്യുന്നു, ഐ ഇൻസേർട്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഐ ഇൻസേർട്ട് കൊടുക്കുന്നു. അതുപോലെ ഇവിടെ ലൂപ്പ് ആഡ് ചെയ്തു, ഇത് സെലക്ട് ചെയ്യുന്നു, എം അറ്റ് സെൻറ്റർ മെർജ് കൊടുത്തു. കണ്ടോ? ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഇപ്പം കണ്ടോ കുറച്ച് ജിയോമെട്രി നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ സ്മൂത്ത് ആഡ് ചെയ്തിട്ട് കൺട്രോൾ 1 പ്രസ് ചെയ്യുക, സ്മൂത്ത് ആഡ് ചെയ്യുക. കണ്ടോ? കൺട്രോൾ 1. അതേപോലെ ഉണ്ട് ഇവിടെ ഒരു ഷെയ്ഡിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ലൂപ്പ് ആഡ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ ലൂപ്പ് കുറച്ചും കൂടെ ടൈറ്റ് ചെയ്ത് ഷാർപ്പാക്കി. കണ്ടോ? അപ്പോൾ നമ്മൾ നമ്മുടെ പെർഫ്യൂമിൻ്റെ മോഡൽ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഡൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എവിടെയെങ്കിലും അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് റെഫറൻസ് ഇമേജ് ജസ്റ്റ് ഇനി ഇപ്പോൾ സൈഡിലേക്ക് നീക്കി വെക്കുകയാണ്. റെഫറൻസ് ഇമേജിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി മെറ്റീരിയൽ ആഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി ഇതിന് നോർമൽസ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം, നോർമൽസ് ഫ്ലിപ്ഡ് ആണോ എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഓവർലേസിൽ പോകുന്നു, അവിടെ ഫേസ് ഓറിയൻറ്റേഷൻ എനേബിൾ ചെയ്യുന്നു. കണ്ടോ? ഇപ്പോൾ ഇത് ഫുള്ളും നോർമൽസ് ഓറിയൻറ്റേഷൻ കറക്റ്റാണ്. ഇപ്പോൾ നോർമൽസ് ഫ്ലിപ്പ് ആണെങ്കിൽ ദേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും, അതായത് റെഡ് കളറിലിരിക്കും. ഇപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നോർമൽസ് ഫ്ലിപ്പാണെങ്കിൽ ഇങ്ങനെ റെഡ് കളറിലിരിക്കും. ഇത് ഫിക്സ് ചെയ്യാണ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് മോഡ് എടുക്കുക, ഓൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീകാൽക്കുലേറ്റ് ചെയ്യും. കണ്ടോ? നോർമൽസ് ഫ്ലിപ്പായി. അപ്പം ഇങ്ങനെ ബ്ലൂ കളറിൽ വേണം ഫുൾ മോഡൽ ഇരിക്കാൻ. ജസ്റ്റ് ഇവിടെ തിരിച്ചു വരുന്നു, ഫേസ് ഓറിയൻറ്റേഷൻ ഡിസേബിൾ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ടെക്സ്ചർ ചെയ്യാം. അപ്പോൾ ടെക്സ്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് കളർ അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഡേറ്റയിൽ പോകുന്നു, ഈ ഒപ്പാസിറ്റി ഫുൾ കൊടുക്കുന്നു. കാരണം നമുക്കത് നോക്കിയുള്ളൂ റിഫ്ലക്ഷൻസ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് മെറ്റീരിയൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പെർഫ്യൂമിൻ്റെ ടെക്സ്ചർ ഫോട്ടോഷോപ്പിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്ചർ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ടെക്സ്ചർ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇവിടെ വരുന്നു, മെറ്റീരിയൽ വരുന്നു, ഈ ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുന്നു, ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. ഇതിന് ഞാൻ ടെക്സ്ചർ എന്ന് കൊടുക്കുന്നു, TEXTURE ടെക്സ്ചർ എന്ന് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ കാണണമെങ്കിൽ മെറ്റീരിയൽ മോഡിലേക്ക് പോകണം. അതിന് ഞാൻ Z പ്രസ് ചെയ്യുന്നു, മെറ്റീരിയൽ പ്രിവ്യൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം മെറ്റീരിയലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വൈറ്റ് കളറിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ വരുന്നു, ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും മെറ്റീരിയൽ പ്രിവ്യൂ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് ടെക്സ്ചർ കൊടുക്കണം. അതിന് ഞാൻ ജസ്റ്റ് ബേസ് കളറിൽ വരുന്നു, ക്ലിക്ക് ചെയ്യുന്നു, അവിടെ ഞാൻ ഇമേജ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഓപ്പൺ കൊടുക്കുന്നു. നമ്മൾ എവിടെയാണ് ടെക്സ്ചർ സേവ് ചെയ്ത പാത്ത് പേസ്റ്റ് ചെയ്യുന്നു, ആ ഒരു ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ഇമേജ് കൊടുക്കുന്നു. കണ്ടോ? ഇപ്പോൾ ഇത് കറക്റ്റായിട്ടല്ല വന്നേക്കുന്നത്, കാരണം ഈ മോഡൽ അൺറാപ്ഡ് അല്ല. UV എടുക്കുന്നു. ഓക്കെ, UV എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് എന്നിട്ട് ഫ്രണ്ട് വ്യൂ എടുക്കുന്നു,
ഡോട്ട് പ്രസ് ചെയ്യുന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, എന്നിട്ട് മെറ്റീരിയൽ പ്രിവ്യൂ സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് മെറ്റീരിയൽ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ടെക്സ്ചർ അപ്ലൈ ആയിട്ടുണ്ട്, ഇവിടെ വന്നിട്ടില്ല, കാരണം ഇത് പ്രോപ്പറായിട്ട് അൺറാപ്ഡ് അല്ല. അപ്പോൾ ഈ യു വിയിൽ എന്താണ് ഈ ടെക്സ്ചർ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ടെക്സ്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ ഇവിടെ കാണിക്കും. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാബ് പ്രസ് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക മോഡൽ. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമുക്ക് പ്രോപ്പറായിട്ട് അൺറാപ്പ് ചെയ്യണം. ഞാൻ ജസ്റ്റ് യു പ്രസ് ചെയ്യുന്നു, സ്മാർട്ട് വ്യൂ പ്രൊജക്റ്റ്, അതായത് പ്രൊജക്റ്റ് ഫ്രം വ്യൂ കൊടുക്കുന്നു. കണ്ടോ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, കണ്ടോ പേര് ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഫിക്സ് ചെയ്യണം, സ്കെയിൽ ചെയ്യണം. ഞാൻ ജസ്റ്റ് ഈ ഇമേജ് നോക്കി ഫിക്സ് ചെയ്യുക, അതായത് ഓൾ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് യു വി ഇവിടെ വരും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് യു വി മൊത്തം സെലക്ട് ചെയ്യുന്നു, എസ് സ്കെയിൽ, കണ്ടോ സ്കെയിൽ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇതുണ്ട് ഈ ഒരു ഫ്ലാഗ് മേളിലുള്ള, അപ്പോൾ ഞാൻ ജസ്റ്റ് GY താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്തു. ഓക്കെ, കണ്ടോ ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെയൊക്കെ ടെക്സ്ചറുള്ള, അതായത് ഇപ്പോൾ വുഡിൻ്റെയൊക്കെ ടെക്സ്ചറുള്ള മോഡലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രൊജക്റ്റ് ഫ്രം വ്യൂ കൊടുക്കരുത്, അതായത് പ്രോപ്പറായിട്ട് സീം ആഡ് ചെയ്തിട്ട് ഇത് അൺറാപ്പ് ചെയ്യണം. എനിക്കിപ്പോൾ ഇത് ഫുള്ളും ബ്ലാക്ക് കളറാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പ്രൊജക്റ്റ് ഫ്രം വ്യൂ കൊടുത്തത്. യു വി സ്ട്രെച്ച് ആയാലും നമുക്കത് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടു ഈ ബാക്കിൽ ഈ പേര് വന്നിട്ടുണ്ട്, ഈ ബാക്കിൽ ഈ പേര് വേണ്ട നമുക്ക്. അപ്പം ജസ്റ്റ് ഈ ഒരു ബാക്കിലെ ഫേസ് മൊത്തം സെലക്ട് ചെയ്യുന്നു, കണ്ടോ ഇതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു, കണ്ടോ അപ്പോൾ അത് പോയി, ഫ്രണ്ടിൽ മാത്രം പേരുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് മാത്രമേ നമുക്ക് അൺറാപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കാരണം ഇവിടെ ഒന്നും ടെക്സ്ചർ ഇല്ല. അപ്പോൾ ജസ്റ്റ് ലേ ഔട്ടിൽ തിരിച്ചു വരുന്നു, നമുക്കിനി ഈ ഗോൾഡ് മെറ്റീരിയൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, ന്യൂ മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു, ഗോൾഡ് എന്ന് കൊടുക്കുന്നു പേര്. ഓക്കെ, ഗോൾഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് മെറ്റാലിക് 0.95 കൊടുത്തു. കണ്ടോ ഇപ്പോൾ ഇവിടെ ഒരു മെറ്റാലിക് ഫീൽ വന്നിട്ടുണ്ട്, കണ്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് കളർ സെലക്ട് ചെയ്യുന്നു, അവിടെ ഒരു ഗോൾഡ് കളർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ഗോൾഡ് കളർ വന്നു. ഇനിയിപ്പോൾ നമുക്ക് കണ്ടോ ഈ ഒരു ഗോൾഡ് നമ്മുടെ റെഫറൻസ് ഇമേജിൽ നല്ല ഷൈനിയാണ്. അപ്പോൾ നമുക്ക് ഷൈനിനെസ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഈ റഫ്നെസ് നിങ്ങൾ ജസ്റ്റ് 0.2 കൊടുക്കുക. കണ്ടോ ഇപ്പോൾ റെഫറൻസ് ഇമേജിലെ പോലെ തന്നെ ഇതിങ്ങനെ തിളങ്ങുന്നുണ്ട്, കണ്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ഷെയ്ഡിങ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ചും കൂടെ ലൂപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഈ ഷെയ്ഡിങ് ഇഷ്യൂ ഇങ്ങനെ ഫിക്സ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 2 ലൂപ്പ് ആഡ് ചെയ്തു. ഇനിയിപ്പം മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് സെയിം ഒബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ഇത് രണ്ടിനും കൂടി അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ബോട്ടം ഏരിയ മാത്രം ബ്ലാക്ക് കൊടുക്കാം. അതിന് ഞാൻ ജസ്റ്റ് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു എഡ്ജ് ഫുള്ള് സെലക്ട് ചെയ്യുന്നു, ഓൾട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് മാർക്ക് സീം കൊടുക്കുന്നു. ഓക്കെ, മാർക്ക് സീം കൊടുത്തു. അപ്പോൾ ഇവിടെ സീം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് മോഡിൽ വന്നിട്ട് ഇവിടെ എല്ല് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു എവിടെയാണോ നമ്മൾ സീം ആഡ് ചെയ്തത് ആ ഒരു ഏരിയ മാത്രം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ പ്ലസ് ഐക്കൺ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ അസൈൻ കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, അസൈൻ കൊടുക്കുന്നു, കണ്ടോ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ടെക്സ്ചർ ഇവിടെ വന്നു. ഇനിയിപ്പോൾ ഇത് അൺറാപ്ഡ് അല്ല, യു പ്രസ് ചെയ്യുന്നു, അൺറാപ്പ് കൊടുക്കുന്നു, എന്നിട്ട് ഞാൻ ഈ യു വി ഈ ഒരു ടെക്സ്ചർ ഇല്ലാത്ത ഏരിയയിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ 2 ടെക്സ്ചറേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ, ഒന്ന് ബ്ലാക്ക് ടെക്സ്ചറും ഒന്ന് ഗോൾഡ് ടെക്സ്ചറും. ഇനിയിപ്പോൾ ഈ റെഫറൻസ് ഇമേജ് ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്യുക, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലാക്കിൽ ആ ഒരു തിളക്കം ആഡ് ചെയ്യണം, അതായത് ഒരു ക്ലിയർ കോട്ട് പോലെ ഉള്ളൊരു തിളക്കമുണ്ട്, അത് ആഡ് ചെയ്യണം. അതിന് ജസ്റ്റ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, ഇവിടെ വരുന്നു റഫ്നെസ് 0.2 കൊടുക്കുന്നു, കണ്ടോ ഇപ്പോൾ ഒരു തിളക്കം വന്നു. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഇതിൻ്റെ മണ്ടേ കൂടെ ഒരു ക്ലിയർ കോട്ട് പോലെ ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോട്ടിൽ വരിക, അവിടെ ഈ ഒരു വെയിറ്റ് എന്നുള്ളിടത്ത് 0.2 കൊടുക്കുക, കണ്ടോ ഇപ്പോൾ നമ്മൾ ഇതിനൊരു ക്ലിയർ കോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒത്തിരി വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഡിഫറൻസ് മനസ്സിലാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 0.2 മാത്രമേ എടുത്തുള്ളൂ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു മെറ്റാലിക്നെസ്സും കൂടെ ഒരു 0.1 കൊടുക്കുകയാണ്, കുറച്ചും കൂടെ ഡാർക്ക് ആക്കാനായിട്ട്. ഓക്കെ, കണ്ടോ നമ്മൾ പ്രോപ്പറായിട്ട് ഇപ്പം മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫയൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഇതേപോലെ ENV ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് റെൻഡർ ഔട്ട്പുട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു വീഡിയോ എങ്ങനെ റെൻഡർ ചെയ്യാന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പം ഇതേപോലത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാ വീക്കിലും ട്യൂട്ടോറിയൽസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.